ഇന്ന് ശങ്കരാഭരണം രാഗത്തിൽ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവിടെ 2 ശ്രുതിയിൽ പഠിക്കാൻ പറ്റും. ശങ്കരാഭരണം രാഗമാണ്. 2 ഇത് അവിടെയാണ്. ഡി വലുത് വരും, ഗ വലുത്, മാ ചെറുത്, ധ വലുത്, നീ വലുത്, സ. ഇങ്ങനെ വരും. സരിഗമ പദനി സ, സരിഗമ പദനി സ, സനിധ പ മഗരി സ. ഇങ്ങനെ വരും. തുടങ്ങാം. സ സ സ സ സ സ സ സ. തമ്പാണ്. മാണിക്യ വീണയുമായൻ. ഒരു പ്രാവശ്യം കൂടി. പിന്നെ മനസ്സിൻ്റെ രി 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 രി, മനസ്സിൻ്റെ താമര രിഗ രിഗ ഗ സ സ. ഒന്നിച്ച് സ സ സ സ സ സ സ സ രി 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 രിഗ രിഗ ഗ സ സ. ഒന്നുകൂടി സ്വരം കിട്ടിയാൽ മതി നിങ്ങൾക്ക്. സ സ സ സ സ സ സ സ രി 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 രിഗ രിഗ ഗ സ സ. അടുത്തത് പാട്ട് പാടിത്തരണോ അതിൻ്റെ? മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര. ശരിയാണ്. പൂവിലുണർന്നവളെ രീരി പപ്പ മമ ഗഗ, രീരി പപ്പ മമ ഗഗ, രീരി പപ്പ മമ ഗഗ. ഇത്രേ പല്ല കത്തിരാൻ പറ്റുള്ളൂ. രീ രി പ പ മ മ ഗഗ. അപ്പൊ രീ രി പ പ മ മ ഗഗ. പൂവിലുണർന്നവളെ. അടുത്തത് പദ പ മഗരി, പദ പ മഗരി. കണ്ടില്ലേ? പദ പ പദ പ മഗരി പാടുകില്ലേ, പദ പ മഗരി പാടുകില്ലേ, വീണമീട്ടുകില്ലേ, രിഗ മഗ സ സ, വീണമീട്ടുകില്ലേ. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നിച്ചിട്ട് പദ പ മഗരി രിഗ മഗ സ സ. ഒന്നുകൂടി. പദ പ മഗരി രിഗ മഗ സ സ. അതിന്റെ പാട്ട് പാടുകില്ലേ, വീണമീട്ടുകില്ലേ. അടുത്തത് നിന്റെ നിന്റെ വേദന. അവിടെ സ്വരം നിധനി എന്നാണ്. നിധനി സാനിപ്പ, നിധനി സാനിപ്പ. ബേസാണ്. ചോട്ട് കുത്തിരണോ. നിധനി സാനിപ്പ, നിധനി സാനിപ്പ. കണ്ടില്ലേ? നിധനി സാനിപ്പ പരിരീരി, പരിരീരി ബേസ് പ, പരിരീരി നിധനി സാനിപ്പ പരിരീരി, നിധനി സാനിപ്പ പരിരീരി. നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഗരി സനി സ ചൊല്ലുകില്ലേ, ഗരി സനി സ ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ, ധസ സനി നിധ. അവിടെ നീ ചെറുത് വരും. ധസ സനി. ആ നീ ചെറുതാണ്. തൊട്ടടുത്ത് കണ്ടില്ലേ? ഇതാ വലിയ നീ. ധസ സനി നിധ. അപ്പം നിന്റെ വേദന എന്നോട് നിധനി സാനിപ്പ പരിരീരി, ഗരി സനി സ ധസ സനി അല്ല ധസ സനി നിധ, ധസ സനി നിധ.
പരിരീരി ഗരി സനി സ ധ സ സനി നി ധ ധ. എന്നോട് പരിരീരിക്ക് എന്നോട് എന്നോട് പരിരീരി ഗരി സനി സ ധ സ സനി നി ധ ധ. എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. ഇത്രയും പല്ലവി നിങ്ങൾ പഠിച്ചിട്ട് ക്ലിയറായിട്ട് വായിച്ചു തന്നിട്ടുണ്ട് ഞാൻ. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക, അങ്ങനെ എന്നിട്ട് പഠിക്കുക. അത്രയ്ക്കും പ്രശ്നവും ഡൗട്ടും കാര്യവും പ്രയാസവും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പഠിക്കുക. മനസ്സിലായോ? ആ, അപ്പം ഇത് ക്ലിയറായിട്ട് വായിച്ച് ക്ലിയറാക്കി എന്നിട്ട് അടുത്തത് അനുപല്ലവി ഇട്ടുതരാം. ശരി, ഓക്കെ.